ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് സ്റ്റീംഡ് മോമോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട സവോളയും 2 ചെറിയ സവോളയായിട്ട് ഞാൻ എടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും, ചിക്കൻ വേവിക്കണം എന്നില്ല, പക്ഷേ നമ്മൾ സ്റ്റീം ചെയ്യുമ്പം ശരിക്കും വേവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീം ചെയ്തെടുക്കുമ്പം ബോൺലെസ് ആവുമ്പോൾ വേഗം വെന്ത് കിട്ടും. എന്നാൽ എനിക്കതിന് അത്ര ഇതില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്കിനിയിപ്പം സവോള അരിഞ്ഞ് വെച്ചതിലേക്ക് ക്യാബേജും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ക്യാരറ്റും ക്യാബേജ്, ബീൻസ്, അതേപോലെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിളാണുള്ളത് അതൊക്കെ ഏകദേശം ഇടുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്തായാലും കഴിക്കും. ഇങ്ങനത്തെ ഐറ്റംസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വെജിറ്റബിൾസും കൂടി നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2-3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ്, അതും കൂടി. ഇനിയിപ്പോൾ ആരും കടയിൽ പോയി മോമോ വാങ്ങാൻ നിൽക്കണ്ടല്ലോ, ഇങ്ങനെ മോമോ നമുക്ക് സ്റ്റീം ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈഡും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റീംഡ് മോമോ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ കഷ്ടപ്പെട്ട പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി, ഒരു ക്യാപ്സിക്കം എടുക്കുന്നില്ല, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടിട്ട് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ ഞാനത് ഈ മല്ലിച്ചപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടാവുന്ന മല്ലിച്ചപ്പാണ് കേട്ടോ. നമ്മുടെ സാധാ മല്ലിച്ചപ്പ് പോലെ കാട്ടുമല്ലിച്ചപ്പ് എന്നൊക്കെയാണ് ഇതിന് പറയുക. മല്ലിച്ചപ്പിൻ്റെ അതേ മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇവിടെ വീട്ടിലുണ്ടായതാണ്, അതും കൂടി എടുത്ത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ചിലർക്ക് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പം ഞാനതാണെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ലേശം കുരുമുളക് പൊടിയും ഒരു ലേശം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം സോയാ സോസ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 കപ്പ് മൈദ എടുത്ത് നമുക്ക് നല്ല പോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദയും കൊണ്ട് അത്യാവശ്യം 10-24 മോമോനെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ, എന്നാലും ഏകദേശം അത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ അങ്ങനെ ഉരുട്ടിയെടുക്കാം. അതല്ലെങ്കിൽ വലുതായിട്ട് ഷീറ്റായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. ഞാനാണെങ്കിൽ ചെറുതായിട്ട് പരത്തി നോക്കിയപ്പം അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നല്ലത് തോന്നി ഒറ്റൊരു ഷീറ്റാക്കി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തെടുക്കുമ്പോൾ കുറച്ച് മൈദയിട്ട് പരത്തിയെടുക്കുക. ഞാനാണ് ഇവിടെ പരത്തുന്നത്. എനിക്കിങ്ങനെ ഈ കുഴലും കൊണ്ട് പരത്തുന്നത് കേട്ടോ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ചപ്പാത്തി ഇതും കൊണ്ട് തന്നെയാണ് പരത്താറ്, ചപ്പാത്തി പലക എടുക്കാറില്ല. അതിനേക്കാൾ സിമ്പിളായിട്ട് എനിക്കിങ്ങനെ ഈ കുഴലും കൊണ്ട് പരത്തിയാൽ കേട്ടോ കംഫർട്ടായിട്ട് കിട്ടുക. ഞാനത് ഫുള്ള് പരത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ 2-3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് ഇരുന്നതിന് മുന്നേ ഓരോരുത്തർ മടക്കിക്കൊണ്ട് പോകണമുണ്ടോ, മോളാണതേ. അപ്പം പിന്നെ ചിരട്ടപ്പുട്ടിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കി. പക്ഷേ എനിക്കതിനേക്കാളും ഈസിയായിട്ട് കുറച്ച് വലുപ്പത്തിൽ കിട്ടിയത് ഇങ്ങനെ ചുറ്റുപാത്രം വെച്ച് കട്ട് ചെയ്തപ്പോഴാട്ടോ. അപ്പോൾ അത് ഫുള്ള് കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ഞെറിയിട്ട് എടുത്തു. ഇങ്ങനെ ചെറിയ ഞെറിയിട്ടെടുത്ത് ഒന്ന് ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഒന്ന് അതേ വശത്തേക്ക് തന്നെ തിരിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനതിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നില്ല, അതിന് പകരം ബട്ടറിൻ്റെ ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാണ്.
അപ്പോൾ അതൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് 7 മിനിറ്റോളം വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മോമോ റെഡിയായി കിട്ടും. നമുക്കിതിലേക്ക് കെച്ചപ്പ് കൂട്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സോസ് കൂട്ടിയിട്ടോ കഴിക്കാം. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ അയയ്ക്കുക.